നമസ്കാരം സുഹൃത്തുക്കളെ. സാമൂഹിക നീതിക്കായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. BJP എന്ന് പറയുന്ന ക്രൂഡ് ക്ലാനിൽ നിന്നും വളരെയേറെ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം നേരിട്ടിട്ടും അദ്ദേഹം തെല്ലും പിൻവാങ്ങിയില്ല. അവസാനം അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കി അദ്ദേഹം ആവശ്യപ്പെട്ടത് നടപ്പിലാക്കാൻ തീരുമാനമെടുക്കേണ്ടി വന്നു മോദി സർക്കാരിന്. ഇതിന്റെ ക്രെഡിറ്റ് 100% അർഹിക്കുന്ന ഒരേ ഒരാൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് നിസ്സംശയം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അധികാരം നിലനിർത്തുന്നതിനും രണ്ടുപേരുടെ പുരോഗതിക്കും വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം ലോകരാജ്യങ്ങളെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുതാണ്. പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവർ ആകുന്നു, എന്നാൽ പണക്കാരാകട്ടെ വീണ്ടും വലിയ പണക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആദിവാസികൾക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് ആളുകൾക്കും മുന്നേറുവാനുള്ള അവസരം ഇന്ത്യയിൽ വളരെ പരിമിതമാണ്. അതിന് പ്രധാന കാരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി രാജ്യത്തെ റിസോഴ്സുകളിൽ രാജ്യത്തുള്ള അവസരങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് തുല്യ നീതി ലഭിക്കാതെ രാജ്യത്തിന് ഒരിക്കലും പുരോഗമിക്കാൻ സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാമൂഹിക നീതിയിൽ ഊന്നിയുള്ള രാഷ്ട്രീയം രാഹുൽ ഗാന്ധി തന്റെ മോട്ടോ ആക്കിയത്. അതിന്റെ വലിയ ഒരു വിജയമാണ് അവസാനം രാഹുലിന്റെ ഈ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിനും മോദിക്കും മുട്ടുമടക്കേണ്ടി വന്നത്. ജാതി സെൻസസ് നടത്തി പിന്നോക്കം നിൽക്കുന്ന എല്ലാ ജാതികൾക്കും അതുപോലെ തന്നെ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി രാജ്യത്തെ സൗകര്യങ്ങളും റിസോഴ്സുകളും അവസരങ്ങളും ലഭിക്കാൻ ഇതുമൂലം കാരണമാകുമെന്ന് നമുക്ക് ന്യായമായും പ്രത്യാശിക്കാം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യവും. ഇതിനുവേണ്ടി രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രതിപക്ഷം ഒന്നടങ്കം ഒരുമിച്ച് ശബ്ദം ഉയർത്തിയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് രാഹുൽ ഗാന്ധി എന്ന ഒരേ ഒരാൾ മാത്രമാണ്. എന്നാൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ച മറ്റ് 2 പേർ കൂടിയുണ്ട് പ്രതിപക്ഷത്ത്, അഖിലേഷ് യാദവും തേജസ്വി യാദവും. ഈ 3 നേതാക്കന്മാരുടെയും വിജയമാണ് ഇതെന്ന് പറയുന്നതിലും തെറ്റില്ല. അതുപോലെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും അവസരം കിട്ടിയപ്പോഴൊക്കെ ജാതി സെൻസസ് നടത്തുന്നതിനു വേണ്ടി ശബ്ദം ഉയർത്തിയിരുന്നു. ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതിനെ തുടർന്ന് ഈ 4 നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആദ്യമായി ഇതിനുവേണ്ടി ഏറ്റവും അധികം പോരാടുകയും ഇതിന്റെ പേരിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുകയും ചെയ്ത രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നമുക്ക് കാണാം. സോഷ്യൽ മീഡിയ Xൽ അദ്ദേഹം കുറിച്ചത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ മോദിക്ക് ജാതി സെൻസസ് നടത്താതെ നിർവാഹമില്ല എന്ന്, അത് ഞങ്ങൾ മോദിയെ കൊണ്ട് നടത്തിപ്പിക്കും എന്ന്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഇത് സുതാര്യമായും കാര്യക്ഷമതയോടെയും കേന്ദ്ര ഗവൺമെന്റ് നടത്തുമെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. രാജ്യത്തെ സ്ഥാപനങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും ആർക്കൊക്കെയാണ് പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് രാജ്യത്തെ എല്ലാ ജനങ്ങളും വ്യക്തമായി അറിയേണ്ടത് ആവശ്യമാണ്. ജാതി സെൻസസ് വികസനത്തിന്റെ ഒരു പുതിയ ദിശയാണ്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മോദി ഗവൺമെന്റിനോട് നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും സംഘടനകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ് ഉള്ളത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: പാർലമെന്റിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ജാതി സെൻസസ് നടത്തിപ്പിക്കും എന്ന്. അതുപോലെ തന്നെ പരമാവധി 50% സംവരണം എന്നുള്ള കൃത്രിമ വാൾ ഞങ്ങൾ തകർക്കുമെന്നും നീക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതാണ് ഞങ്ങളുടെ വിഷൻ. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിന് ഒരു സമയപരിധി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് എന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയണം. തെലങ്കാനയിൽ നടത്തിയ ജാതി സെൻസസ് ഒരു മാതൃകയായി എടുക്കാവുന്നതാണ്. ജാതി സെൻസസ് എന്ന് പറയുന്നത് ആദ്യത്തെ പടി മാത്രമാണ്. രാജ്യത്തെ ഓരോ സ്ഥാപനങ്ങളിലും എത്രമാത്രം പ്രാതിനിധ്യം പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണമെന്ന് ഉള്ളതാണ് അടുത്ത പടി. ജാതി സെൻസസ് അത് ലക്ഷ്യമാക്കി മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം വേണം എന്നുള്ളത്. BJP ഗവൺമെന്റ് അതും നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ആണ് എന്ന് പറഞ്ഞാണ് പ്രിയങ്ക പങ്കുവച്ചിരിക്കുന്നത്. ഇനി ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന്
തോളോട് തോൾ ചേർന്ന് പാർലമെന്റിൽ പോരാടിയ അഖിലേഷ് യാദവിന്റെ വാക്കുകൾ കേൾക്കാം. ജാതി സെൻസസ് നടത്താൻ തീരുമാനമെടുത്തത് രാജ്യത്തെ 90% വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യത്തിന്റെ 100% വിജയമാണ്. ഞങ്ങളുടെ ഒന്നുചേർന്നുള്ള സമ്മർദ്ദഫലമായി BJP ഗവൺമെന്റ് ഈ തീരുമാനമെടുക്കാൻ നിർബന്ധിതർ ആയിരിക്കുകയാണ്. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പിന്നോക്ക ദളിത് ആദിവാസികളുടെ പോരാട്ടത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ് ഇത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി പോലുള്ള അട്ടിമറി ജാതി സെൻസസിൽ നിന്നും മാറ്റിവെക്കണമെന്ന് BJP ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്. ഇതുവരെ സാമൂഹികമായും സാമ്പത്തികമായും മുൻപന്തിയിൽ നിന്നിരുന്നവർ മാത്രം കൈയടക്കി വെച്ചിരുന്ന അവകാശങ്ങളും അവസരങ്ങളും ഓരോ ജാതികൾക്കും അവരുടെ ആനുപാതികമായി ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് സത്യസന്ധമായ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ മാത്രമേ കഴിയൂ. ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോസിറ്റീവ് ജനാധിപത്യ മുന്നേറ്റത്തിന്റെ ആദ്യഘട്ടവും BJPയുടെ നെഗറ്റീവ് രാഷ്ട്രീയത്തിന്റെ അവസാന ഘട്ടവുമാണ്. BJPയുടെ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തിന് തീർച്ചയായും ഒരു അവസാനം ഉണ്ടാവും. തോന്നിയ വാസത്തിന് ഭരണഘടനയുടെ മുൻപിൽ അധിക നാൾ പിടിച്ചു നിൽക്കാൻ ആവില്ല. ഇത് ഇന്ത്യയുടെ വിജയമാണ്. RJD നേതാവ് തേജസ്വി യാദവ് പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഇത് ആഘോഷിച്ചത്. അതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടിയ എല്ലാ ആക്ടിവിസ്റ്റുകളെയും അവരുടെ വിജയത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു. അത് 29 വർഷം മുൻപ് ജനതാദളിന്റെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് ഫ്രണ്ട് സമാജ്വാദി ഗവൺമെന്റ് എടുത്ത തീരുമാനം ഈ മോദി ഗവൺമെന്റിനെ കൊണ്ട് വീണ്ടും നടത്തിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയ ലാലു പ്രസാദ് യാദവിനെ ഉൾപ്പെടെ. ഇന്ത്യയിലെ പ്രമുഖ കാർട്ടൂണിസ്റ്റായ സതീഷ് ആചാര്യ രാഹുൽ ഗാന്ധിയുടെ ഇതിനു വേണ്ടിയുള്ള പോരാട്ടത്തെയും അദ്ദേഹത്തിനെതിരെ BJP ഗവൺമെന്റ് നടത്തിയ നിരന്തരമായ അധിക്ഷേപങ്ങളെയും കാണിച്ചുകൊണ്ട് പങ്കുവച്ച ഈ കാർട്ടൂൺ ഇതിന്റെ ഘട്ടങ്ങളെ വ്യക്തമായി കാണിക്കുന്നതാണ്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് നടത്തണമെന്ന് ആവശ്യം ഉയർത്തുമ്പോൾ നരേന്ദ്രമോദി അത് കണ്ടതായി നടിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, രണ്ടാമത്തേത് പിന്നെ അവർ നിങ്ങളെ കളിയാക്കി ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കുന്ന കാർട്ടൂണാണ്. പിന്നെ അവർ നിങ്ങളോട് പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് മോദി രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ വേദികളിൽ പ്രസംഗിച്ചതിന്റെ കാര്യങ്ങൾ മൂന്നാമത് വ്യക്തമാക്കുന്നു. അവസാനം അവർ നിങ്ങളെ കോപ്പിയടിക്കും. രാഹുൽ ഗാന്ധി ഉയർത്തിയ ജാതി സെൻസസ് എന്നുള്ള കാർഡ് മോദിയും നാണം കെട്ട് മറ്റു മാർഗമില്ലാതെ കോപ്പിയടിക്കുന്നത് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഗത്യന്തരം ഇല്ലാതെ നടപ്പിലാക്കേണ്ട ഗതികേടിലാണ് നരേന്ദ്രമോദി. ഇത് കാണുമ്പോൾ വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തെ യഥാർത്ഥ പ്രധാനമന്ത്രി. മോദി വെറുതെ പേരിന് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. നരേന്ദ്രമോദിയോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഇതുപോലെ അർമാദിച്ച ശേഷം നിരന്തരം യൂടേൺ എടുത്ത് സ്വയം അപഹാസ്യൻ ആവുകയും താങ്കളുടെ 2 രൂപ കൂലികളായ മന്ദഭക്തന്മാർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നാണ്. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം അവഗണിക്കുകയും പിന്നെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുകയും പിന്നെ അദ്ദേഹത്തിനെതിരെ പോരാടുകയും ചെയ്ത് അവസാനം ഗത്യന്തരമില്ലാതെ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന കാഴ്ചകൾ അടുത്ത 4 വർഷത്തെ ബാക്കിയുള്ള മോദിയുടെ ടൈമിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.